ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന വഴി, ഉപവാസം വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശക്തിയുണ്ടോ? നമുക്ക് തിരുവചനത്തിൽ കൂടി കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 2 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ ദാനിയേൽ 3 ആഴ്ചക്കാലം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഈ 3 ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി വഴി ദാനിയേലിന് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി വഴിയായിട്ട് ലഭിക്കുന്നത്, ഒന്നാമതായിട്ട് ദർശനം ലഭിക്കുന്നു. 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുകയാണ്. ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ദർശനങ്ങൾ, വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ വ്യക്തി ജീവിതത്തിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചേ. അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ, എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല, നമ്മുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നില്ല, തിന്മയുടെ ശക്തികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ആഞ്ഞടിക്കുമ്പോൾ ആ തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു ശക്തിയാണ് ഉപവസിച്ചുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതാണ് ദാനിയേൽ പ്രവാചകന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുകയാണ്. 3 ആഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദർശനവരം ലഭിക്കുന്നു. ദർശനത്തിൽ കൂടി വെളിപ്പെടുത്തലുകൾ കിട്ടുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരസ്പർശനം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ കരസ്പർശനം ദാനിയേൽ അനുഭവിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടിയാണ്. നമ്മളൊക്കെ ഓർക്കുമോ, ഒരു നേരം ഉപവസിച്ചു, അല്ലെങ്കിൽ ഇത്ര ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്താ ഇത്ര വലിയ ശക്തി, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നോമ്പ് ഉപവാസത്തിൻ്റെയൊക്കെ സമയത്ത് പലരും തർക്കിക്കാനിടയായി. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പറഞ്ഞല്ലോ, ഉപവാസ പ്രാർത്ഥനയും ഇവിടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നാവിനെ നിയന്ത്രിച്ചാൽ മതി, സംസാരത്തെ നിയന്ത്രിച്ചാൽ മതി, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ചിലരതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം നടത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാട്ടിലും വലിയ ഉപവാസ പ്രാർത്ഥന വേണ്ട എന്നല്ല പിതാവ് പറഞ്ഞത്. ആ ഉപവാസ പ്രാർത്ഥനയെക്കാട്ടിലും നമ്മൾ നിയന്ത്രിക്കേണ്ട പലതും ഉണ്ട്. അതിനെ നമ്മൾ നിയന്ത്രിക്കണം, മറ്റുള്ളവരെ ശ്രവിക്കണം, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് പാപ്പ ഉദ്ദേശിച്ചത്. പക്ഷെ പലരും പറയാറുണ്ട്, ഉപവാസ പ്രാർത്ഥനയോ ഭക്ഷണം ഉപേക്ഷിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നോമ്പ് നോക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല എന്ന് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ശക്തിയുണ്ടെന്ന് ദാനിയേൽ പ്രവാചകന് തൻ്റെ വ്യക്തി ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. കരസ്പർശനം ലഭിക്കുന്നു, ദൈവിക വെളിപ്പെടുത്തലുകൾ കിട്ടുന്നു, ദൈവിക ദർശനം ലഭിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദാനിയേൽ പ്രവാചകന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ഇത്രമാത്രം, ഞാൻ പോലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ബൈബിൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും വ്യാഖ്യാനമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞാൻ പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഉണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ
മക്കളുടെ കാര്യത്തിൽ, ഏത് ആവശ്യങ്ങളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുമ്പോൾ അവിടെ ദൈവിക ശക്തി ലഭിക്കുന്നു, ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നു, ദൈവത്തിൻ്റെ കരസ്പർശനം ലഭിക്കുന്നു, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നാലാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുന്നു. ഉപവാസ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ പ്രീതി പാത്രമാവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അഞ്ചാമതായിട്ട്, ദാനിയേലേ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആശ്രയിക്കുക. നമ്മുടെ ഭയം വിട്ടുമാറുന്നു. നമ്മുടെ ഭീരുത്വം, നമ്മളിലുള്ള പേടി, ഭയം, ആകുലത, അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടെയാണ്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈശോയുടെ കൂടെയായിരിക്കുമ്പോൾ ദൈവിക ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാ ശുശ്രൂഷയിലും നമുക്കുണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ വീട് പണി തുടങ്ങി, മുന്നോട്ട് പോകുന്നില്ല, തടസ്സങ്ങളാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ. ഏത് ജോലിക്ക് ചെന്നാലും ആ ജോലി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ചില മക്കളുണ്ട്, 1 മാസം ജോലി ചെയ്യും, പിന്നെ അതിട്ടേച്ചു പോകും, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങളാണ്. എന്താണ് ഈ തടസ്സത്തിൻ്റെ കാരണമെന്നറിയത്തില്ല. അതിനെന്ത് പരിഹാരം ഞങ്ങൾ ചെയ്യണം? ഒറ്റയൊന്നേ ഉള്ളൂ, നമ്മൾ നമ്മുടെ തടസ്സങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, നോമ്പ് നോക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാണാം, മക്കളും മാതാപിതാക്കളും തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ, ജീവിത പങ്കാളികൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഡിവോഴ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്, ഇവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇങ്ങനെയുള്ള ചിന്തകളും അസ്വസ്ഥതകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ അലയടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി, തടസ്സങ്ങൾ മാറിപ്പോകും. എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പൈശാചിക ശക്തിയാണ്, ബന്ധനവാ, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ തടസ്സങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൈശാചിക ശക്തിയാണെങ്കിൽ പോലും അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ശക്തിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്തിയേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ പൈശാചിക ശക്തിയെ വിടുവിപ്പിക്കാനായിട്ട് സാധിക്കാതെ വന്നത്? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ചില ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസവും ത്യാഗവും സഹനവും വേണം. നമ്മുടെ സ്വന്തം ശരീരത്ത് നമ്മൾ ത്യാഗം ചെയ്ത് സഹിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ട എന്ന് വെച്ച് അതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ, സഹിക്കുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ അവിടെ വലിയ ശക്തിയല്ല നമുക്ക് ലഭിക്കുന്നത്. ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. എന്നാൽ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈശോ മരുഭൂമിയിൽ 40 ദിനങ്ങൾ
ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. എന്നാൽ ആ പിശാചിൻ്റെ ശക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഈശോയ്ക്ക് ശക്തി ലഭിച്ചത് ആ വചനം എടുത്തുകൊണ്ട് സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ ഓടിക്കുവാനായിട്ട് ഈശോയ്ക്ക് ശക്തി ലഭിച്ചത് തൻ്റെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ശക്തി നമുക്ക് ലഭിക്കും. ഒരു പിശാചിനും നമ്മളെ തൊടാനായിട്ട് പറ്റത്തില്ല. ഏതൊരു തിന്മയുടെ ശക്തിയും നമ്മളിൽ ആഞ്ഞടിക്കുമ്പോൾ, തടസ്സമായിട്ട് നിൽക്കുമ്പോൾ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈശോ സാത്താനെ ഓടിച്ചതുപോലെ നമുക്കും സാത്താനെ ഓടിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അതിനെ തടസ്സപ്പെടുത്തി ഓടിച്ച് ശാസിച്ച് ദൈവത്തിൻ്റെ വചനമെടുത്ത് ഉപയോഗിച്ച് ആ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഒരു തിന്മയുടെ ശക്തി നമ്മളെ തൊടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ അല്ലെങ്കിൽ നന്മ നിറഞ്ഞോറമേ ചെല്ലാൻ പറയുമ്പോൾ തന്നെ ചില പൈശാചിക ശക്തികളുടെ സിഗ്നലുകൾ അവർ കാണിക്കാൻ തുടങ്ങും. അവരിൽ കൂടി തന്നെ ആ വലിയ ഒച്ചപ്പാടും ബഹളവും അസ്വസ്ഥതയൊക്കെ കാണിക്കും. പക്ഷെ എനിക്കൊരു ഭയം തോന്നാറില്ല അവരെ കാണുമ്പോൾ. ചിലരാണെങ്കിൽ അയ്യോ എനിക്ക് പേടിയാ, ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോകും. പക്ഷെ നമുക്ക് ആ ഒരു ഭയം തോന്നാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അതിൽ നിന്ന് വിടുവിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ ഒരു പിശാചിന് നമ്മളെ തൊടാനായിട്ട് പറ്റത്തില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവൾ പ്രത്യേകമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. നമുക്ക് അധികാരമുണ്ട് ഏതൊരു തിന്മയുടെ ശക്തിയും ശാസിക്കുവാൻ, ഉപേക്ഷിക്കുവാൻ, വിടുവിപ്പിക്കുവാൻ ദൈവം കൃപ തരും. ആ കൃപ നമുക്ക് ലഭിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയുടെ സമയമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാപക പിതാവായ CJ വർക്കിയച്ചൻ തൻ്റെ വാർദ്ധക്യത്തിൽ മരണാസന്നമായിരിക്കുന്ന സമയത്ത് പോലും അച്ഛൻ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്തും. ധ്യാനിക്കാൻ വരുന്ന എല്ലാ രോഗികളുടെയും തലയിൽ കരങ്ങൾ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കും. അപ്പോഴച്ഛന് അറിയാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ താൻ പ്രാർത്ഥിച്ചൊരുങ്ങണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള അച്ഛന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ അച്ഛന് ഒരുപാട് രോഗങ്ങളും ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് അച്ഛനോട് ഉപവാസം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അച്ഛന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് ചിലപ്പോൾ 4 മണി സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ 4 മണിക്കത്തെ കാപ്പി അച്ഛന് ഉപേക്ഷിച്ച് കുറേ സമയം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ചെറിയ അച്ഛന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ആ കുഞ്ഞു കാര്യം, ആ ചായയും അല്ലെങ്കിൽ ആ 4 മണിക്കത്തെ ചായയും കടിയുമായിരിക്കും അച്ഛൻ ഉപേക്ഷിക്കുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വലിയ ഉപവാസ പ്രാർത്ഥനയൊന്നും നടത്താൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഒരു ചായയാണെങ്കിൽ ചായ, ഒരു ചെറിയ മിഠായി ആണെങ്കിൽ അത്, ഒരു ഐസ്ക്രീം ആണെങ്കിൽ എന്താണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതിനെ നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ ഈശോ നമ്മുടെ ത്യാഗം കാണുകയാണ്. അവിടെ ഈശോ നമുക്ക് കൃപ തരികയാണ്. അങ്ങനെ ആ ചെറിയ ഉപവാസ പ്രാർത്ഥനയെ പോലും ദൈവം വലിയ ശക്തി നമുക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി, നമ്മുടെ ശാരീരിക ബലഹീനതകൾ മനസ്സിലാക്കി, ഇതൊക്കെ വേണമെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈശോയെ പ്രതി
വേണ്ട എന്ന് വെക്കുമ്പോൾ ആ കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് നമുക്ക് ദൈവം നൽകുന്ന ഈ കൃപകൾ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആറാമതായിട്ട് ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിരിക്കുന്നുവെന്ന്. ദാനിയേൽ പ്രവാചകന് സ്വയം എളിമപ്പെടുത്തും, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വയം എളിമപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ച ആ നിമിഷം മുതൽ ദാനിയേൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം കൊടുത്തു. ഇതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന, എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന ശക്തിയേറിയ പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ശക്തി, നമ്മൾ എന്ത് നിയോഗം വെച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് കൃപയായിട്ടും അനുഗ്രഹമായിട്ടും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. അതുപോലെ തന്നെ ദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 10-ാം അധ്യായം 2 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുക. സാധിക്കുന്നവർ, എന്നെ ശ്രവിക്കുന്നവർ, നിങ്ങൾ എവിടെയാണെങ്കിലും ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനഭാഗം ഒന്ന് കരങ്ങളിലെടുത്ത് അതൊന്ന് ഭാഗം വായിച്ച് ധ്യാനിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി ഇതിൽ കൂടുതൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ മറ്റൊരിടത്തും സാധിക്കത്തില്ല. അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗെത്സമനയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ദൈവത്തെ, ഈശോയെ സഹായിക്കുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബലഹീനതയായി തളർന്നു പോകുമ്പോൾ, സഹനത്തെ സ്വീകരിക്കാൻ ശക്തിയില്ലാതെ വരുമ്പോൾ, പ്രലോഭനങ്ങൾ നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ, തടസ്സങ്ങൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, സഹനങ്ങൾ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല, ദൈവമേ ഞാനിതെങ്ങനെ സഹിക്കും, നമുക്കൊക്കെ ചിലപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില മരണത്തിൻ്റെയും വേർപാടിൻ്റെയൊക്കെ നിമിഷങ്ങളിൽ, ചില മരിച്ചടക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും, ഇതെങ്ങനെ സഹിക്കാൻ പറ്റും, ഇവരിതെങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവം ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് സഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സഹനങ്ങൾ കൊടുക്കുമ്പോൾ ആ സഹനത്തെ സ്വീകരിക്കാനുള്ള ശക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ആ സഹനത്തിനുള്ള ശക്തി കൂടി അവർക്ക് കൊടുക്കും. തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ ശക്തിപ്പെടുത്തും. ഈശോയെ ശക്തിപ്പെടുത്താൻ തൻ്റെ ദൂതനെ അയച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന സഹനമാണെങ്കിൽ ആ സഹനത്തെ സ്വീകരിക്കാനുള്ള ശക്തി കൂടി ദൈവം നമുക്ക് തരും. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ, നമ്മുടെ ആ സഹനത്തെ സ്വീകരിക്കാതെ നമ്മൾ തളർന്നു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 9-ാം വാക്യത്തിൽ പ്രധാന ദൂതന്മാരായ മിഖായേലിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു. ദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രധാന ദൂതനായ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം ലഭിക്കുന്നു. ദാനിയേൽ 3 ആഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിന് ലഭിക്കുന്നതാണ്. പ്രധാന ദൂതന്മാരെ അയക്കുന്നു, തൻ്റെ കാവൽ മാലാഖയെ അയക്കുന്നു, തൻ്റെ ദൂതന്മാരെ അയക്കുന്നു. വീണ്ടും ദർശനങ്ങൾ ലഭിക്കുന്നു. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ദൈവം കൊടുക്കുന്നു ദാനിയേലിന്. അതുകൊണ്ടാണ് ദാനിയേലിനെ ആ തീച്ചുളയിലേക്ക്, ദാനിയേലിനോടൊപ്പം 3 കൂട്ടുകാരെയും കൂടി തീച്ചുളയിലേക്ക് തള്ളിയിടുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് തിരുവചനത്തിൽ. അവിടെ ദാനിയേലിന് നല്ല തീക്കകത്തു കൂടി നടക്കുമ്പോൾ ദാനിയേൽ ഏതാണ്ട് ഐസ് കട്ടയ്ക്കകത്തു കൂടി നടക്കുന്ന പോലെ കൂളിങ്, നല്ല കാറ്റ്, നല്ല ശക്തി, ഒരു ചൂട് പോലും ദാനിയേലിൻ്റെ ശരീരത്ത് അനുഭവപ്പെട്ടില്ല. അതിൻ്റെ കാരണം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സംരക്ഷണം. 3 പേരെയാണ് തീക്കുണ്ടത്തിലേക്ക് വിട്ടത്. പക്ഷേ അവിടെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന 4 പേര്. ആരായിരുന്നു ഈ 4-ാമത്തെ ആള്? അവർക്ക് മുമ്പേ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ശക്തിയാൽ, ദൈവം അയച്ച ശക്തിയാൽ ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് വഴിയൊരുക്കി. ഒരു ചൂട് പോലും അവർ കേൾക്കാതെ അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ച് അവരെ ആ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇതാണ് ദൈവദൂതൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സംരക്ഷണം.
നമ്മൾ അഗ്നിയിൽ കൂടി നടക്കേണ്ടി വന്നാലും നമുക്ക് പൊള്ളലേൽക്കുകയില്ല, നമുക്ക് ചൂടനുഭവിക്കുകയില്ല. എത്ര വലിയ സഹനത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ചില മരണങ്ങളും വേർപാടുകളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ സഹനത്തെ സ്വീകരിക്കാൻ അവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി ലഭിക്കുന്നത്? എങ്ങനെയാണ് അവരതിനെ സ്വീകരിച്ചത്? അതാണ് ദൈവം അനുവദിക്കുന്ന സഹനമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം പറഞ്ഞയക്കും. പരിശുദ്ധിയമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പോലും സാധിക്കത്തില്ല. സ്വന്തം അമ്മ തൻ്റെ കൺമുമ്പിൽ വെച്ച് തൻ്റെ പ്രിയപുത്രനെ ആണികളാൽ തറച്ച് കുരിശിൽ തൂക്കി കൊല്ലുന്നത് കാണുമ്പോൾ ഏതൊരമ്മയ്ക്കാണ് കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നത്? ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ എൻ്റെ കണ്ണുകളെ നനയിപ്പിച്ചതും എനിക്ക് ചിന്തിക്കാൻ, നോക്കി നിൽക്കാൻ പറ്റാതെ വന്നത് ആ പരിശുദ്ധി അമ്മയുടെ മുഖം കാണുമ്പോഴായിരുന്നു. അമ്മ ഇതെങ്ങനെ സഹിച്ചു? അമ്മയ്ക്കിതെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി? പ്രിയപ്പെട്ടവരെ, ഈ ശക്തി ദൈവം പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തതുകൊണ്ടാണ്. ഇതുപോലുള്ള ചില വലിയ സഹനങ്ങൾ, പീഡാസഹനങ്ങളൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മടുപ്പ് കൂടാതെ സഹിക്കുവാൻ, ഒരു മടുപ്പ് കൂടാതെ ആ സഹനത്തെ സ്വീകരിക്കുവാൻ, പ്രതികരിക്കാതെ, പഴി പറയാതെ, ചിലരുണ്ട് വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകും. ഭയങ്കര വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവകൽപ്പനകൾ അനുസരിച്ചൊക്കെ ജീവിച്ചവരാ. എന്നിട്ടും എന്തിയെ ഈ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത്? ചിലരുടെയൊക്കെ ജീവിതത്തിൽ വലിയ സഹനങ്ങളും വേർപാടുകളും വന്നു കഴിയുമ്പോൾ ദൈവവിശ്വാസം ഉപേക്ഷിക്കുന്നത്, പരിശുദ്ധി അമ്മയുടെയൊക്കെ രൂപം വലിച്ചെറിയുന്നത്, കുമ്പസാരവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയൊക്കെ ഉപേക്ഷിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല, നമുക്ക് പ്രാർത്ഥനയുടെ ശക്തിയുണ്ടെങ്കിൽ, ഉപവാസത്തിൻ്റെ ശക്തിയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയുണ്ടെങ്കിൽ നമ്മുടെ ഏത് സഹനങ്ങളെയും അതിജീവിക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ദൈവം നമുക്ക് കൃപ തരും. നമ്മളിങ്ങനെ പടിപടിയായിട്ട് ഒരുക്കും ദൈവം. ആദ്യമൊക്കെ കൊച്ചു കൊച്ചു സഹനങ്ങൾ തരും, പിന്നെ വലിയ വലിയ സഹനങ്ങളിലേക്ക് നമ്മളെ ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും. വലിയ സഹനങ്ങൾ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹനങ്ങളൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ അതിനെയൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയൊക്കെ ദൈവം പാകപ്പെടുത്തിയെടുത്തു. അങ്ങനെ ചില സഹനങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി വലിയ ശക്തിയാണ്. അതുപോലെ തന്നെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം, നമ്മുടെ കാവൽ മാലാഖ, അതുപോലെ തന്നെ ദൈവദൂതന്മാർ, ദൈവിക സിംഹാസനത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ദൈവിക ശക്തി ഉപവാസ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും കൂടി നമ്മൾ സ്വന്തമാക്കണം. ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയാൻ നമുക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വചനം വായിച്ച് നമ്മൾ ശക്തി നേടുക. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തൊടാനായിട്ട് സാധിക്കത്തില്ല. ദൈവവചനത്തിൻ്റെ ശക്തി, ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി ഈ ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം കൃപയായിട്ട്, ശക്തിയായിട്ട്
ദർശനങ്ങളായി, വെളിപ്പെടുത്തലുകളായി ദൈവസ്വരം ശ്രവിക്കുവാന്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണമൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമുക്ക് സ്വന്തമാക്കാൻ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തടസ്സങ്ങളും നമ്മുടെ കുറവുകളും തഴക്കദോഷങ്ങളും ദുശീലങ്ങളും ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുവാനായിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു വ്യക്തി പാപാവസ്ഥയിൽ മാനസാന്തരമില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ തിരിച്ചുവരവിന് വേണ്ടി കുടുംബത്തിലുള്ള നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി നേടി ആ ഒരു തിന്മയുടെ ശക്തിയിൽ നിന്ന്, ബലഹീനതയിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും നമുക്കൊരുക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.